ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 400 ഗ്രാം ചിക്കൻ, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്, സെലറി, ഒരു പകുതി സവാള, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി, ഒരു പകുതി ക്യാപ്സിക്കം. ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി ചിക്കനിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളമില്ലെന്ന് ഉറപ്പുവരുത്തണം. നന്നായി ഇളക്കി ചേർത്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കുക. മറ്റൊരു പാനിൽ എണ്ണയൊഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം. ഈ സമയം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ഓരോ വശവും 4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാകും. ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റണം. മറ്റൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കണം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിൽ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം. അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ അടുത്തുതന്നെ വയ്ക്കുക. ഇതിലേക്ക് ക്യൂബായി മുറിച്ചുവെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയും ചേർത്ത് ഇളക്കുക. സവാളയും ക്യാപ്സിക്കവും ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസും, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഒരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്തുവെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും നന്നായി യോജിപ്പിക്കുക. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ അലിയിച്ച് ഒഴിക്കുക. ഇതിന്റെ ഫ്ലേവറുകളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ്. സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.